ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ്. ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് എ ഹെൻസ് എഗ്. ഒരു കോഴിമുട്ടയുടെ അത്ര വലിപ്പമുള്ള വിത്ത് എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ദ ഡിസ്കഷൻ, ചർച്ച. One day, some children found in a ravine an object shaped like a grain of corn with a groove down the middle but as large as a hen's egg. ഒരു ദിവസം ഏതാനും കുട്ടികൾ ഒരു കോഴിമുട്ടയുടെ അത്രയും വലിപ്പവും മധ്യഭാഗത്ത് താഴേക്കൊരു ചാലും ഒരു ധാന്യമണിയുടെ ആകൃതിയുമുള്ള ഒരു വസ്തു ഒരു മലയിടുക്കിൽ കണ്ടെത്തി. A traveler passing by saw it. ആ വഴിയെ കടന്നുപോയ ഒരു സഞ്ചാരി ഇത് കാണാനിടയായി. He bought it from the children for a penny. അയാൾ ഒരു പെന്നിക്ക് അത് കുട്ടികളിൽ നിന്നും വാങ്ങി. He took it to the town and sold it to the king as it was a curious one. അതൊരു വിചിത്രമായ വസ്തുവായിരുന്നത് കൊണ്ട് അയാൾ അത് പട്ടണത്തിലേക്ക് കൊണ്ടുപോവുകയും രാജാവിന് വിൽക്കുകയും ചെയ്തു. The king called all his wise men and told them to find out what the thing was. രാജാവ് അദ്ദേഹത്തിൻ്റെ പണ്ഡിതന്മാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ആ വസ്തു എന്താണെന്ന് കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. The wise men thought and thought but couldn't make head or tail of it. പണ്ഡിതന്മാർ ആലോചിച്ചിട്ടും അതിൻ്റെ വാലും തലയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. A few days later, when the thing was lying on a windowsill, a hen flew in and pecked at it till she made a hole in it. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ വസ്തു ഒരു ജനാലപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന സമയത്ത് ഒരു പിടക്കോഴി പറന്നു വന്ന് അതിൽ ഒരു ദൂരമുണ്ടാകുന്നിടം വരെ കൊത്തി. Then everyone saw that it was a grain of corn. അപ്പോൾ അത് ഒരു ധാന്യമണിയാണെന്ന് എല്ലാവരും കണ്ടു. The wise man went to the king and said, "It is a grain of corn." പണ്ഡിതന്മാർ രാജാവിൻ്റെ അടുത്തെത്തി പറഞ്ഞു, ഇതൊരു ധാന്യമണിയാണ്. At this the king was much surprised. He ordered the learned men to find out when and where such corn grew. ഇതിൽ രാജാവ് വളരെയേറെ അതിശയം കൂറുകയും ഇത്തരത്തിലുള്ള ധാന്യം എന്ന് എവിടെ വളർന്നിരുന്നു എന്ന് കണ്ടെത്താൻ പണ്ഡിതന്മാരോട് ആജ്ഞാപിക്കുകയും ചെയ്തു. The learned men pondered again and searched in their books but could find nothing about it. So they returned to the king and said, "We can give you no answer." പണ്ഡിതന്മാർ വീണ്ടും ആലോചിച്ചു. അവർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പരതി, പക്ഷെ അതിനെക്കുറിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനാൽ അവർ രാജാവിൻ്റെ അടുക്കൽ മടങ്ങിയെത്തി ഇങ്ങനെ പറഞ്ഞു, അങ്ങേക്ക് ഉത്തരം നൽകാൻ ഞങ്ങൾക്കാവില്ല. There is nothing about it in our books. ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ഒന്നുമില്ല. You will have to ask the peasants. Perhaps some of them may have heard from their fathers when and where a grain grew to such a size. അങ്ങ് കൃഷിക്കാരോട് ചോദിക്കേണ്ടിയിരിക്കുന്നു, ഒരു ധാന്യം എവിടെ എന്നാണ് ഇത്രയും വലുതായി തീർന്നിട്ടുള്ളതെന്ന്. ഒരുപക്ഷെ അവരിൽ ചിലർ അവരുടെ അപ്പൂപ്പന്മാരിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. Perhaps some of them may have heard from their fathers when and where a grain grew to such a size. So the king gave orders that some very old persons should be brought before him. അതിനാൽ വളരെ പ്രായമുള്ള കുറേ കൃഷിക്കാരെ തൻ്റെ മുൻപിൽ കൊണ്ടുവരാൻ രാജാവ് ആജ്ഞാപിച്ചു. His servants found one such man and brought him to the king. രാജാവിൻ്റെ സേവകർ അത്തരത്തിലുള്ള ഒരാളെ കണ്ടെത്തി രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. He was old and bent, pale and toothless. അയാൾ നേരെ നിവർന്നു നിൽക്കാൻ കഴിയാത്ത, രക്തപ്രസാദമില്ലാത്ത, പല്ലുകൊഴിഞ്ഞ ഒരു വയസ്സനായിരുന്നു. He could just manage to totter into the king's palace with the help of crutches.
ഊന്നുവടികളുടെ സഹായത്തോടെ രാജകൊട്ടാരത്തിലേക്ക് വേച്ച് കടന്നു വരാനേ അയാൾക്ക് കഴിഞ്ഞുള്ളൂ. The king showed him the grain, but the old man could hardly see it. രാജാവ് ധാന്യമണി അയാളെ കാണിച്ചു, പക്ഷേ ആ വയസ്സന് അത് കാണാൻ സാധിക്കുമായിരുന്നില്ല. He took it, however, and felt it with his hands. അയാൾ അത് ഒരു വിധത്തിൽ കൈകളിലെടുത്തു സ്പർശിച്ചു നോക്കി. The king questioned him, saying, രാജാവ് ഇങ്ങനെ പറഞ്ഞ് അയാളെ ചോദ്യം ചെയ്തു. Can you tell us, old man, where such grains grew? വൃദ്ധനായ മനുഷ്യ, എവിടെയാണ് ഇത്തരം ധാന്യമണി വളർന്നിരുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? Have you ever bought such corn or sown it in your fields? നിങ്ങൾ എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ധാന്യമണി വാങ്ങുകയോ നിങ്ങളുടെ വയലിൽ വിതയ്ക്കുകയോ ചെയ്തിട്ടുണ്ടോ? The old man was so deaf that he could hardly hear what the king said and only understood with great difficulty. രാജാവ് പറഞ്ഞത് കേൾക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രയ്ക്ക് ബധിരനായിരുന്നത് കൊണ്ട് വളരെ വിഷമിച്ചു മാത്രമാണ് അയാൾ കാര്യം ഗ്രഹിച്ചത്. No, he answered. At last, I never sowed nor reaped any like this in my fields, nor did I ever buy any such. ഇല്ല, അയാൾ അവസാനം മറുപടി പറഞ്ഞു. എൻ്റെ വയലിൽ ഇത്തരമൊന്ന് ഞാൻ ഒരിക്കലും വിതച്ചിട്ടുമില്ല, കൊയ്തിട്ടുമില്ല. ഇത്തരമൊന്ന് ഒരിക്കലും ഞാൻ വാങ്ങിയിട്ടുമില്ല. When we bought corn, the grains were always as small as they are now. ഞങ്ങൾ ധാന്യം വാങ്ങിയപ്പോൾ ധാന്യമണികൾ ഇപ്പോഴത്തേതുപോലെ എപ്പോഴും ചെറിയവയായിരുന്നു. But you might ask my father, he might know where such grains grew. അങ്ങൻ്റെ അച്ഛനോട് ചോദിക്കുന്നത് നന്നായിരിക്കും, എവിടെയാണ് ഇത്തരം ധാന്യം വളർന്നിരുന്നതെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയാമായിരിക്കും. The great grandfather. The king sent for the old man's father and he was brought before him. രാജാവ് ആ വൃദ്ധൻ്റെ പിതാവിന് ആളയക്കുകയും അയാൾ രാജാവിൻ്റെ മുൻപിൽ ഹാജരാക്കപ്പെടുകയും ചെയ്തു. He came walking on one crutch. ഒരു ഊന്നുവടിയിലാണ് അയാൾ നടന്നു വന്നത്. The king showed him the grain and the old person, who was still able to see, took a good look at it. രാജാവ് ധാന്യമണി അയാളെ കാണിക്കുകയും അപ്പോഴും നല്ല കാഴ്ചശക്തി ഉണ്ടായിരുന്ന അയാൾ അതിൽ നല്ല ഒരു നോട്ടം നോക്കുകയും ചെയ്തു. And the king asked him, Can you tell us, old man, where a corn like this used to grow? രാജാവ് അയാളോട് ചോദിച്ചു, ഇത്തരത്തിലുള്ള ഒരു ധാന്യമണി എവിടെയാണ് വളർന്നിരുന്നതെന്ന് ഞങ്ങളോട് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ, വൃദ്ധനായ മനുഷ്യ? Have you ever bought anything like it or sown it in your fields? ഇത്തരത്തിലുള്ള ഒന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും വാങ്ങുകയോ നിങ്ങളുടെ വയലിൽ വിതയ്ക്കുകയോ ചെയ്തിട്ടുണ്ടോ? Though the old man was rather hard of hearing, he could hear better than his son. ഈ വൃദ്ധന് കേൾവിശക്തി കുറവായിരുന്നെങ്കിലും തൻ്റെ മകനേക്കാൾ നന്നായി കേൾക്കാൻ അയാൾക്ക് കഴിയുമായിരുന്നു. No, he said, I never sowed nor reaped any grain like this in my field. ഇല്ല, അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ വയലിൽ ഇത്തരമൊരു ധാന്യമണി വിതയ്ക്കുകയോ കൊയ്യുകയോ ചെയ്തിട്ടില്ല. As for buying, I never bought any, for in my time money was not yet in use. വാങ്ങുന്ന കാര്യം പറയുകയാണെങ്കിൽ ഞാനൊന്നും വാങ്ങിയിട്ടില്ല, കാരണം എൻ്റെ കാലത്ത് പണം ഉപയോഗത്തിൽ വന്നിട്ടേയില്ല. Everyone grew his own corn, and when there was any need, we shared with one another. ഓരോരുത്തരും അവനവനു വേണ്ട ധാന്യം സ്വന്തമായി ഉണ്ടാക്കിയിരുന്നു. I do. എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ ഞങ്ങൾ പരസ്പരം പങ്കുവച്ചിരുന്നു. I do not know where such a kind of corn grew. എവിടെയാണ് ഇത്തരത്തിലുള്ള ധാന്യമണി വളർന്നിരുന്നതെന്ന് എനിക്കറിയില്ല. Ours
was larger and yielded more flour than the present day grain, but I never saw any like this. ഞങ്ങളുടേത് ഇക്കാലഘട്ടത്തിലെ ധാന്യത്തേക്കാൾ വലുതും കൂടുതൽ ധാന്യപ്പൊടി നൽകുന്നതുമായിരുന്നു, പക്ഷേ ഇതുപോലൊന്നും ഞാൻ കണ്ടിട്ടില്ല. I have, however, heard my father say that in his time the grain grew larger and yielded more flour. എന്നിരുന്നാലും എൻ്റെ അച്ഛൻ്റെ കാലത്ത് ധാന്യമണി കൂടുതൽ വലുതും കൂടുതൽ ധാന്യപ്പൊടി നൽകുന്നതുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യു ഹാഡ് ബെറ്റർ ആസ്ക് ഹിം. അങ്ങ് അദ്ദേഹത്തോട് ചോദിക്കുന്നത് നന്നായിരിക്കും. സോ ദ കിങ് സെൻഡ് ഫോർ ദ ഓൾഡ് മാൻസ് ഫാദർ. അതിനാൽ ആ വൃദ്ധൻ്റെ പിതാവിന് രാജാവ് ആളയച്ചു. They found him and brought him before the king. അവർ അയാളെ കണ്ടെത്തി രാജാവിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു. He entered walking easily and without crutches. ഊന്നുവടികളുടെ സഹായമില്ലാതെയും ഒരു വിഷമമില്ലാതെയും നടന്നാണ് പ്രവേശിച്ചത് അദ്ദേഹം. His eyes were clear, his hearing good, and he spoke distinctly. അയാളുടെ കണ്ണുകൾ തെളിഞ്ഞതായിരുന്നു, കേൾവിശക്തി നല്ലതായിരുന്നു, അയാൾ വ്യക്തമായി സംസാരിച്ചിരുന്നു. The king showed him the grain, and the old grandfather looked at it and turned it about in his hand. രാജാവ് ധാന്യമണി അയാളെ കാണിച്ചു. വൃദ്ധനായ മുത്തച്ഛൻ അതിലേക്ക് നോക്കി തൻ്റെ കരങ്ങളിലിട്ട് അത് തിരിച്ചു മറിച്ചു. It is long since I saw such a fine grain, said he, and he bit a piece of and tasted it. ഒരുപാട് കാലം കൂടിയാണ് ഇത്രയും നല്ല ഒരു ധാന്യമണി ഞാൻ കണ്ടത്, അയാൾ പറഞ്ഞു. അയാൾ ഒരു കഷണം കടിച്ച് രുചിച്ചു നോക്കി. ഇറ്റ്സ് ദ വെരി സെയിം കൈൻഡ്, ഹി ആഡഡ്. ഇത് അതേ ഇനത്തിൽപ്പെട്ടതാണ്, അയാൾ പറഞ്ഞു. The corn, ധാന്യമണി. Tell me, grandfather, began the king, when and where was such corn grown? മുത്തച്ഛ എന്നോട് പറയൂ, രാജാവ് പറഞ്ഞു. എവിടെ, എന്നായിരുന്നു ഇത്തരം ധാന്യം വിളയിക്കപ്പെട്ടിരുന്നത്? Have you ever bought any like it or sown it in your fields? ഇത്തരത്തിലുള്ള ഒന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും വാങ്ങിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇത്തരമൊന്ന് നിങ്ങളുടെ വയലിൽ വിതച്ചിട്ടുണ്ടോ? And the old man replied. ആ വയസ്സൻ മറുപടി പറഞ്ഞു. Corn like this used to grow everywhere in my time. എൻ്റെ കാലത്ത് ഇത്തരത്തിലുള്ള ധാന്യം എല്ലായിടത്തും വിളയിക്കുക പതിവായിരുന്നു. I lived on corn like those in the days of my youth and fed others on it. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇത്തരം ധാന്യം കഴിച്ചാണ് ജീവിച്ചിരുന്നത്, മറ്റുള്ളവരെ തീറ്റിപ്പോറ്റിയിരുന്നതും ഇതുകൊണ്ടാണ്. It was such a grain that we used to sow, reap and thresh. ഞങ്ങൾ പതിവായി വിതയ്ക്കുകയും കൊയ്യുകയും മെതിക്കുകയും ചെയ്തിരുന്നത് ഇത്തരം ധാന്യമണിയാണ്, ധാന്യമാണ്. And the king asked, Tell me, grandfather, did you buy it anywhere or did you grow it all yourself? രാജാവ് ചോദിച്ചു, മുത്തച്ഛ, നിങ്ങളിത് വിലയ്ക്ക് വാങ്ങുകയായിരുന്നോ അതോ സ്വയം വിളയിക്കുകയായിരുന്നോ എന്ന് എന്നോട് പറയുക. The old man smiled. ആ വൃദ്ധൻ പുഞ്ചിരിച്ചു. In my time, he answered, no one ever thought of such a sin as buying or selling bread, and we knew nothing of money. എൻ്റെ കാലഘട്ടത്തിൽ ആഹാരം വാങ്ങുക, വിൽക്കുക എന്നിവ പോലുള്ള തിന്മയെക്കുറിച്ച് ആരും ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ല. ഞങ്ങൾക്ക് പണത്തെക്കുറിച്ചൊന്നും അറിയുമായിരുന്നില്ല. Each man had enough corn of his own. ഓരോരുത്തർക്കും വേണ്ടിടത്തോളം ധാന്യമുണ്ടായിരുന്നു. Then tell me, grandfather, asked the king, where was your field? Where did you grow corn like this? അങ്ങനെയെങ്കിൽ എന്നോട് പറയൂ മുത്തച്ഛ, രാജാവ് ചോദിച്ചു. നിങ്ങളുടെ വയൽ എവിടെയായിരുന്നു? എവിടെയായിരുന്നു ഇത്തരം ധാന്യം നിങ്ങൾ വിളയിച്ചിരുന്നത്? Where did you grow corn like this? And the grandfather answered,
മൈ ഫീൽഡ് വാസ് ഗോഡ്സ് എർത്ത്. മുത്തച്ഛൻ മറുപടി നൽകി, ദൈവത്തിൻ്റെ മണ്ണായിരുന്നു എൻ്റെ വയൽ. വേർ എവർ ഐ പ്ലോഡ് ഇറ്റ് വാസ് മൈ ഫീൽഡ്. ഞാൻ എവിടെ നിലമൊരുക്കിയോ അതായിരുന്നു എൻ്റെ വയൽ. ലാൻഡ് വാസ് ഫ്രീ. ഇറ്റ് വാസ് എ തിങ് നോ മാൻ കോൾഡ് ഹിസ് ഓൺ. ഭൂമി സ്വതന്ത്രമായിരുന്നു. തൻ്റെ സ്വന്തമെന്ന് ആരും വിളിക്കാതിരുന്ന ഒന്നായിരുന്നു അത്. ലേബർ വാസ് ദ ഓൺലി തിങ് മാൻ കോൾഡ് ദെയർ ഓൺ. അധ്വാനത്തെ മാത്രമാണ് മനുഷ്യൻ സ്വന്തമെന്ന് പറഞ്ഞിരുന്നത്. ആൻസർ മീ 2 more questions, said the king. 2 ചോദ്യങ്ങൾക്കു കൂടി എനിക്ക് ഉത്തരം തരണം, രാജാവ് പറഞ്ഞു. The first is, why did the earth bear such grain then and has ceased to do so now? എന്തുകൊണ്ട് ഭൂമി ഇത്തരത്തിലുള്ള ധാന്യം അന്ന് ഉൽപ്പാദിപ്പിക്കുകയും ഈ കാലഘട്ടത്തിൽ അത് നിർത്തുകയും ചെയ്തു എന്നതാണ് ഒന്നാമത്തേത്. And the second is, why does your grandson walk with 2 crutches, your son with 1 and you yourself with none? രണ്ടാമത്തേത്, നിങ്ങളുടെ കൊച്ചുമകൻ 2 ഊന്നുവടികൾ ഉപയോഗിച്ചും മകൻ 1 വടി ഉപയോഗിച്ചും നിങ്ങൾ വടി ഉപയോഗിക്കാതെയും നടക്കുവാൻ കാരണമെന്ത്? Your eyes are bright, your teeth sound and your speech clear and pleasant to the ear. നിങ്ങളുടെ കണ്ണുകൾ തെളിഞ്ഞതാണ്, നിങ്ങളുടെ പല്ലുകൾ ആരോഗ്യമുള്ളതാണ്, നിങ്ങളുടെ സംസാരവും വ്യക്തവും കാതുകൾക്ക് സുഖം പകരുന്നതുമാണ്. How have these things come about? ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? And the old man answered, these things are so because men have ceased to live by their own labor and have taken to depending on the labor of others. വൃദ്ധൻ മറുപടി പറഞ്ഞു, കാര്യങ്ങൾ ഈ വിധമായിരിക്കുന്നതിന് കാരണം മനുഷ്യർ സ്വന്തം അധ്വാനത്താൽ ജീവിക്കുന്നത് നിർത്തി മറ്റുള്ളവരുടെ അധ്വാനത്തെ ആശ്രയിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ്. ഇൻ ഓൾഡൻ ടൈംസ് men lived according to God's law. പഴയ കാലങ്ങളിൽ ദൈവിക നിയമങ്ങൾ അനുസരിച്ചാണ് മനുഷ്യർ ജീവിച്ചിരുന്നത്. They had what was their own and coveted not what others had produced. അവരുടെ സ്വന്തമായി ഇരുന്നവ മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. മറ്റുള്ളവർ ഉൽപ്പാദിപ്പിക്കുന്നവ സ്വന്തമാക്കാൻ അവർ മോഹിച്ചിരുന്നില്ല. ഈ വീഡിയോ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ ഞാൻ ആൻസർ പറഞ്ഞു മനസ്സിലാക്കി തരാം. സംശയങ്ങൾ ദൂരീകരിക്കാം. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി നമുക്ക് പിന്നെയും കാണാം. ബൈ.